ആത്മബന്ധു. സൂര്യ തേജസ്സുകളെ പുണർന്നുകൊണ്ട് ഈ ഭൂമി കാറ്റും മഴയും മഞ്ഞും തണുപ്പും നമുക്ക് നൽകിക്കൊണ്ട് ക്ഷണിക്കുകയാണ് ഉണർന്നെഴുന്നേൽക്കുവാൻ. ദീർഘമായി ശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നു എന്നത് വലിയൊരവസരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മെല്ലെ എഴുന്നേൽക്കാം. ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളെയും അർത്ഥമുള്ളതാക്കാം. ഒരു നീണ്ട ദിവസം നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, നമ്മളെ തന്നെ പുനരാവിഷ്കരിക്കുവാൻ. നിരന്തരമായി നമുക്ക് നമ്മളെ തന്നെ കണ്ടെത്തുവാനും നമുക്ക് നമ്മളെ തന്നെ തയ്യാറാക്കി വയ്ക്കുവാനും സാധിക്കണം. ഒരിക്കൽ ഒരു രാജ്യത്തെ രാജാവ് മരം കൊണ്ട് വലിയൊരു കൊട്ടാരം നിർമ്മിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കാര്യക്ഷമതയുള്ള മരം വെട്ടുകാർ വേണമല്ലോ മരം വെട്ടിക്കൂട്ടുവാനായിട്ട്. ഇതിനുവേണ്ടി ഒരു വലിയ സംഘത്തെ തന്നെ അദ്ദേഹം നിയമിച്ചു. അതിൽ ഒരു പ്രധാനപ്പെട്ട ആളുണ്ടായിരുന്നു. രാജാവ് നടത്തിയ പരീക്ഷണത്തിൽ ഏറ്റവും കൂടുതലായി മരം വെട്ടിയ ആൾ. ആ ആൾക്ക് പ്രത്യേക സ്ഥാനം നൽകി രാജാവ്. ആ ആൾക്ക് കാതൽ കൂടുതലുള്ള മരങ്ങൾ വെട്ടുവാനും കൊട്ടാരത്തിന്റെ പ്രത്യേകതയുള്ള ഭാഗങ്ങളിലെ മരങ്ങളൊക്കെ വെട്ടിയെടുക്കുവാനുമുള്ള ഉത്തരവാദിത്തം നൽകി. കുറച്ചുനാൾ കഴിഞ്ഞ് രാജാവ് ഈ മരം വെട്ടുകാരൻ എത്രത്തോളം മരം വെട്ടിക്കൂട്ടി എന്നറിയുവാനായി വന്നു. പക്ഷെ രാജാവിന് മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ആദ്യത്തെ ദിവസം മരം വെട്ടുകാരൻ വെട്ടിയ അത്രയും മരങ്ങൾ അടുത്ത ദിവസം വെട്ടുവാൻ സാധിച്ചിട്ടില്ല, കുറഞ്ഞിരിക്കുന്നു. മൂന്നാമത്തെ ദിവസമായപ്പോൾ അതിൻ്റെ എണ്ണം വീണ്ടും കുറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ ദിവസവും എണ്ണം കുറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. രാജാവ് മരം വെട്ടുകാരനോട് കാര്യം ചോദിച്ചു. മരം വെട്ടുകാരന് കാര്യം കണ്ടെത്താൻ പറ്റിയില്ല. താൻ അതേ രീതിയിൽ തന്നെ അധ്വാനിക്കുന്നുണ്ടല്ലോ, അതേ സമയത്ത് ഉണരുന്നു, രാവിലെ മുതൽ രാത്രിയാകുന്നതുവരെ ജോലി ചെയ്യുന്നു, ഒരേ തരത്തിൽ ഒരല്പം പോലും വിശ്രമിക്കുന്നില്ല. പക്ഷേ എന്തുകൊണ്ട് മരം വെട്ടുന്നതിൻ്റെ എണ്ണം കുറയുന്നു? രാജാവിനോട് ഉത്തരം പറയാൻ സാധിച്ചില്ല എങ്കിലും മരം വെട്ടുകാരൻ ആകെ ആശങ്കയിലായി. എന്താണിങ്ങനെ സംഭവിക്കുന്നത് എന്നറിയുവാനുള്ള ആകാംക്ഷയുമായി അദ്ദേഹം തൻ്റെ ഗുരുവിനെ കാണാൻ പോയി. ഗുരുവിനരികിലെത്തി ഈ കാര്യങ്ങൾ പറഞ്ഞു. ഗുരു മറുപടി പറഞ്ഞത്, നീ നിന്റെ മരം വെട്ടുന്ന കോടാലിക്ക് മൂർച്ച കയറ്റിയിട്ട് എത്ര നാളായി? അപ്പോഴാണ് ശിഷ്യനത് ആലോചിക്കുന്നത്. ശരിയാണ്, മരം വെട്ടാൻ തുടങ്ങിയ നാൾ തുടങ്ങി ഇങ്ങോട്ട് കോടാലിക്ക് മൂർച്ചയേറ്റിയിട്ടേയില്ല. ഗുരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മരം വെട്ടാൻ കഴിവുണ്ടായാൽ മാത്രം പോരാ. എന്തുകൊണ്ടാണോ, എന്തുപകരണം കൊണ്ടാണോ നമ്മൾ മരം വെട്ടുന്നത്, ആ ഉപകരണം ഇടയ്ക്കിടയ്ക്ക് മൂർച്ചയുള്ളതാക്കാൻ ശ്രദ്ധിക്കുകയും വേണമെന്ന്. കൂടാതെ മരം വെട്ടുന്നയാളുടെ വിശ്രമവും പ്രധാനപ്പെട്ടതാണ് എന്ന്. ഒന്ന് ഓർത്തു നോക്കുക. നമ്മളും നിത്യവും ചെയ്തുകൊണ്ടേയിരിക്കുന്ന പല കാര്യങ്ങൾക്കും ഇത്തരത്തിൽ നമ്മളുടെ ഒരു ആയുധം, നമുക്കൊരു ഉപകരണം തീർച്ചയായിട്ടും ഉപയോഗിക്കേണ്ടതുണ്ടല്ലേ. നമ്മുടെ കഴിവുകൾ നമ്മൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ ഉപയോഗിച്ചുകൊണ്ടേയിരുന്നാൽ മാത്രം പോരാ, ഇടയ്ക്കിടയ്ക്ക് അതിന് മൂർച്ച കൂട്ടുകയും വേണം. എന്താണോ നമുക്ക് കഴിവായുള്ളത്, എന്ത് ഗുണമാണോ നമ്മളിലുള്ളത്, ആ ഗുണത്തെ ഇടയ്ക്കിടയ്ക്ക് മൂർച്ച കൂട്ടുവാൻ വേണ്ടുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യണം. ഒപ്പം കർമ്മം ചെയ്യുന്നയാൾ നമ്മൾ ഒന്ന് വിശ്രമിക്കുകയും വേണം. ഇത് രണ്ടും ഒത്തുചേരുമ്പോഴാണ് മരം വെട്ടുന്നയാൾ ആദ്യത്തെ ദിവസം വെട്ടിക്കൂട്ടിയ അത്രയും മരങ്ങൾ തന്നെ തുടർച്ചയായി മുന്നോട്ടുള്ള ദിവസങ്ങളിലും വെട്ടാൻ സാധിക്കുകയുള്ളൂ എന്ന് ഗുരുവിൽ നിന്ന് ശിഷ്യന് നിർദ്ദേശം കിട്ടി. ആത്മബന്ധു, ഈ ദിവസം നമുക്ക് ലഭിക്കുന്ന ഉപദേശം എന്ത് എന്ന് മനസ്സിലായോ? അതെ, നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങൾ, കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേകമായ കഴിവുണ്ട്. ഒരു പക്ഷേ നമുക്ക് മാത്രം സാധിക്കുന്നൊരു കഴിവ്, നമ്മളിൽ മാത്രമുള്ളൊരു കല. നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആ കലയെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂർച്ച കൂട്ടണം. നല്ലൊരു ഗായകനാണ് എങ്കിൽ ഇടയ്ക്കിടയ്ക്ക് തൻ്റെ ഗാനത്തിൻ്റെ ആ വിശേഷമായ ഗുണങ്ങളെ ഒന്ന് ഉണർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കണം.
ഒരു ചിത്രം വരയ്ക്കുന്നയാൾ തൻ്റെ ചിത്രരചനയ്ക്ക് നിറച്ചാർത്തുകൾ ഏറ്റുവാൻ ഒരൽപ്പം വിശ്രമിച്ചുകൊണ്ട് ചിന്തിക്കണം, പുതുതായി എന്ത് ചെയ്യാനാകും, പുതുതായി എങ്ങനെയൊക്കെ തൻ്റെ ചിത്രരചനയെ സമീപിക്കാനാകുമെന്ന്. നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിൽ നമ്മളുടേതായ ഭാഗത്തെ ഇതുപോലെ മൂർച്ച കൂട്ടുവാൻ ശ്രമിച്ചാൽ, കൂടുതൽ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കാൻ ശ്രമിച്ചാൽ, ഒപ്പം വിശ്രമിക്കുവാനുള്ള അവസരങ്ങളെ വിശ്രമിക്കുവാനായി ഉപയോഗിക്കുകയും ചെയ്താൽ തീർച്ചയായും അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത് നമുക്ക് തന്നെയാണ്. അതിനാൽ കഴിവ് ദിനം പ്രതി വർദ്ധിപ്പിക്കുവാനും നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുവാനും നമ്മൾ സദാ സന്നദ്ധരായിരിക്കണം. കിണറ്റിൽ വീണുപോയ ആ കഴുതയുടെ കഥയറിയില്ലേ? കിണറ്റിൽ വീണുപോയ കഴുതയെ രക്ഷിക്കുവാൻ ആരും ശ്രമിച്ചില്ല. കാരണം കഴുതയ്ക്ക് പ്രായമായിരിക്കുന്നു. അതിൻ്റെ ജീവൻ രക്ഷിക്കണം എന്നത് കഴുതയുടെ മാത്രം ആവശ്യമായിരുന്നു. കഴുതയുടെ ഉടമസ്ഥൻ എന്ത് വിചാരിച്ചുവെന്നോ, ഈ കഴുതയെ ഇനി വലിച്ചു മുകളിലേക്ക് കയറ്റിയിട്ട് എന്തിനാണ്? എന്തായാലും കഴുത വീണതുകൊണ്ട് ഈ കിണർ ഉപയോഗശൂന്യമായിരിക്കുന്നു. അതുകൊണ്ട് കഴുതയെ അതിനുള്ളിൽ നിർത്തിക്കൊണ്ട് കിണർ മൂടാം എന്ന് തീരുമാനിച്ചു. തൻ്റെ സഹായികളെയെല്ലാം വിളിച്ച് അയാൾ കിണർ മൂടാൻ ആരംഭിക്കുകയും ചെയ്തു. കിണറ്റിലേക്ക് മണ്ണ് വീഴുന്ന ഓരോ നിമിഷവും കഴുത ശക്തമായി ശ്രമിച്ചുകൊണ്ട് ആ വീണ മണ്ണിന് മുകളിലേക്ക് കയറി നിൽക്കുവാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. തളർന്നു പോകാതെ അത് പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. വീണ്ടും വീണ്ടും വീണ്ടുമുള്ള പരിശ്രമങ്ങളിൽ ഓരോ കുട്ട മണ്ണും കിണറ്റിലേക്ക് വരുന്നതിനനുസരിച്ച് ഓരോ പടിയായി 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 കഴുത കിണറ്റിൻ്റെ ആഴങ്ങളിൽ നിന്ന് മുകളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. ഏറ്റവും ഒടുവിൽ കിണർ നിമിരാറായപ്പോൾ കഴുത എടുത്തുചാടി മുകളിലേക്ക് വരികയും ജീവൻ രക്ഷിക്കുകയും ചെയ്തു. നിരന്തരം ശ്രമിക്കണം, നിരന്തരം. എന്നാൽ കർമ്മങ്ങളിൽ നിന്നൊരൽപ്പം വിശ്രമം എടുക്കുന്ന സമയത്ത് പോലും നമ്മുടെ ആയുധങ്ങൾ, നമ്മുടെ കഴിവുകൾ അതിന് മൂർച്ച കൂട്ടാൻ ശ്രമിക്കുകയും വേണം. ഈ ദിവസം ഈ സന്ദേശത്തെ ഉള്ളിലേക്കെടുക്കുക. ഒരു കഴുതയുടെ കഥയും ഒരു മരം വെട്ടുകാരൻ്റെ കഥയും നമ്മൾ പറഞ്ഞു. കഥകളിൽ നിന്നെല്ലാം ചില സാരാംശങ്ങൾ, ജീവിതത്തിൻ്റെ അർത്ഥങ്ങൾ സ്വാംശീകരിക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ പ്രഭാതം നമുക്ക് നമ്മുടെ ജീവനെ തേജസ്സുള്ളതാക്കാൻ സാധിക്കുന്നതിനോടൊപ്പം നമ്മിൽ നിക്ഷിപ്തമായിരിക്കുന്ന ആ കഴിവുകളെ, നമ്മുടെ ഗുണങ്ങളെ ഉണർത്തിയെടുത്ത് അതിൽ മൂർച്ചപ്പെടുത്തി ആ മൂർച്ചയിൽ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ജീവിത വിജയങ്ങളെ നേടിക്കൂട്ടുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒപ്പം ഏത് പരാജയങ്ങളിലും എല്ലാം അവസാനിക്കുന്നു എന്ന തോന്നലുകളിലും നമുക്ക് നമ്മുടെ നിരന്തരമായ പരിശ്രമങ്ങൾ ഒന്നുകൊണ്ട് മാത്രം, ചുറ്റുവട്ടമൊക്കെ പ്രതികൂലമായി നിന്നാൽ പോലും നമ്മുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് മാത്രം ജീവിതത്തെ തിരിച്ചു പിടിക്കുവാൻ സാധിക്കുമെന്നത് ആ കഴുതയുടെ കഥയിലൂടെ മനസ്സിലാക്കാം. ആത്മബന്ധവും ഇന്നൊരു നല്ല ദിവസമായിരിക്കട്ടെ.